നാളെ ദുൽഹിജ്ജ 10 ബലിപെരുന്നാൾ ദിനത്തിൽ പെരുന്നാൾ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആണുങ്ങളും പെണ്ണുങ്ങളും ശ്രദ്ധിക്കേണ്ട ചില സുന്നത്തുകളുണ്ട്. പിന്നെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ് തുടങ്ങുന്നത്, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ്, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപം എങ്ങനെയാണ്, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ എങ്ങനെയാണ് ഖുതുബ ഓതേണ്ടതെന്ന് ചില ഉമ്മമാർ ചോദിച്ചു. അതിനുള്ള മറുപടി ഇതെല്ലാം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നതോടൊപ്പം തന്നെ നാളെ ഉദ്ഹിയ്യത്ത് അറുക്കുന്ന സമയത്ത് മിക്ക ആളുകളും എന്ന് തന്നെ പറയാം, ഉദ്ഹിയ്യത്ത് അറുക്കുന്ന മിക്ക ആളുകളും വിസ്മരിച്ചു പോകുന്ന, മറന്നു കളയുന്ന ഗൗരവമുള്ള ഒരു കാര്യം കൂടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ സുന്നത്തുകൾ, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമ്പൂർണ്ണമായ രൂപം, എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ വീഡിയോ ഉമ്മമാര് കാണണേ. ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കണേ. അള്ളാഹു നമ്മളെല്ലാവരും ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിപാവനമായ ദുൽഹിജ്ജ മാസം 10ാമത്തെ ദിനത്തിലേക്ക്, അതായത് 10ാം രാവിലേക്ക് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നത് പെരുന്നാൾ ദിവസത്തിലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഇത് കാണുന്നത് എപ്പോൾ കണ്ടാലും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് പെരുന്നാൾ നിസ്കാരം. പെരുന്നാൾ നിസ്കാരം, ബലിപെരുന്നാൾ നിസ്കാരം. ഉസ്താദെ, ഞങ്ങൾ ഈ ബലിപെരുന്നാൾ നിസ്കാരം ചെറിയ പെരുന്നാൾ, നമ്മൾ റമദാനിന് ശേഷം നിസ്കരിക്കുന്ന ചെറിയ പെരുന്നാൾ, ആ ചെറിയ പെരുന്നാൾ നിസ്കാരം പോലെ തന്നെയല്ലേ, എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നൊക്കെ ചില ആളുകൾ ചോദിച്ചിരുന്നു. അപ്പോൾ ബലിപെരുന്നാൾ നിസ്കാരം എങ്ങനെ നമുക്ക് കൃത്യമായി നിസ്കരിക്കാം, എങ്ങനെ തെറ്റുകൂടാതെ നിസ്കരിക്കാം എന്ന് ഇൻഷാ അല്ലാഹ് പറയാൻ പോവുകയാണ്. അതിനു മുമ്പ് പറയട്ടെ, ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മൾ പ്രവേശിക്കുന്നത് വിശുദ്ധമായ ബലിപെരുന്നാൾ രാവിലേക്കാണ്. ബലിപെരുന്നാളിൻ്റെ രാവിലെ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒന്നാമത്തെ കാര്യം തക്ബീറാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആ ഒരു തക്ബീർ. പിന്നെയോ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ രണ്ട്, ഒന്ന് തക്ബീറും ഒന്ന് ഈ ദിക്റും, ഇത് രണ്ടും മറന്നു പോകരുത്. ഇത് രണ്ടും മറന്നു പോകരുത്. ഒരുപാട് തിരക്കൊക്കെ ഉണ്ടാകും, എന്നാലും ഈ രണ്ട് കാര്യം മറന്നു പോവാതെ പറയേണ്ടത് ബാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ട്. പെരുന്നാൾ രാവാണ്, പ്രത്യേകം ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്ന രാവാണ്. കാരണം ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന രാത്രിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുള്ള കാരണം, ഈ പെരുന്നാളിൻ്റെ തലേ ദിവസം എല്ലാ മനുഷ്യന്മാരും എന്തായിരിക്കും? അശ്രദ്ധരായിരിക്കും. എല്ലാ മനുഷ്യന്മാരും അശ്രദ്ധരായിരിക്കും. നബി തങ്ങൾ പറയുന്നു, മൻ അഹ്യാ ലയാലിയൽ ഖംസ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ 5 രാത്രികൾ അവൻ ഹയാത്താക്കിയാൽ വജബത്ത് ലഹുൽ ജന്ന, അവനിക്ക് സ്വർഗ്ഗം നിർബന്ധമായെന്നാണ്. എന്നിട്ട് നബി തങ്ങൾ അതിൽ പറയുന്ന ഒന്നാമത്തെ രാത്രി അത് ലൈലത്തു തർവിയയാണ്, അത് കഴിഞ്ഞുപോയി. രണ്ടാമത്തേത് അറഫ ദിനത്തിൻ്റെ രാവാണ്, അത് കഴിഞ്ഞുപോയി. മൂന്നാമത്തേത് ബലിപെരുന്നാൾ രാവ്. ഇനി അതാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്നത് ബലിപെരുന്നാൾ രാവിലാവാം, അല്ലെങ്കിൽ ബലിപെരുന്നാൾ ദിവസത്തിലാവാം. അപ്പോൾ എന്നാണെങ്കിലും ബലിപെരുന്നാളിൻ്റെ രാവ് അത് ദുആക്ക് ഇജാബത്തുള്ള രാവാണ്. ഇന്ന് എന്ത് നമ്മൾ ദ്വാരന്നാലും അള്ളാഹു സ്വീകരിക്കും. പക്ഷെ ദുആ ചെയ്യേണ്ടതുപോലെ ദ്വാരക്കണം. അപ്പോൾ ഇന്നത്തെ രാവ് കഴിഞ്ഞ് നമ്മൾ നാളെ വരുന്നത് പരിപാവനമായ പെരുന്നാളിൻ്റെ ദിനത്തിലാണ്. നാളെ പെരുന്നാൾ ദിനമാണ്, ബലിപെരുന്നാൾ ദിനം. സോ അതേ, ഞങ്ങൾക്ക് നിസ്കാരത്തിൻ്റെ രൂപം കിട്ടിയില്ല, ഇതാ പറയാൻ പോകുന്നു, കേട്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം സുന്നത്താകുന്ന നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരങ്ങൾ. അപ്പോൾ ബലിപെരുന്നാൾ നിസ്കാരം, അതുപോലെ ചെറിയ പെരുന്നാൾ നിസ്കാരം, നിസ്കാരത്തിൻ്റെ സമയം നമ്മൾ പറഞ്ഞു. സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ്, അതായത് ഒരു സൂര്യൻ ഉദിച്ചിട്ട് ഒരു കുന്തത്തിൻ്റെ അളവോളം സൂര്യൻ ഉദിക്കുക, അതായത് ഏകദേശം ഒരു 20 മിനിറ്റാണ് പറയുന്നത്. 20 മിനിറ്റ് കഴിഞ്ഞാണ് നിസ്കാരത്തിൻ്റെ ടൈം ആരംഭിക്കുന്നത്. പള്ളിയിലുള്ളവർ ഒന്ന് സ്വഫായി നിൽക്കുക, സ്വഫ് വളയാതെ നിൽക്കുക. പിന്നെയോ ഉമ്മമാരെ, നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, വീട്ടിൽ ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഒറ്റക്ക്, ജമാഅത്തായിട്ടാണെങ്കിലും അങ്ങനെ. അപ്പോൾ അങ്ങനെ നിസ്കരിക്കുന്ന സമയത്തും സ്വഫായിട്ട് നിൽക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ടോ നമ്മൾ നല്ല രൂപത്തിൽ വുദുവെടുത്തിട്ട് വരികയാണ്. അതുപോലെ ഔറത്തെല്ലാം മറച്ചിട്ട് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യമായി പറയേണ്ടത് നിയ്യത്താണ്. 2 റക്അത്ത് ബലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരം, അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഇമാമോടുകൂടി ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ, കൈകെട്ടുക. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇമാമോട് കൂടി. ഇനി ഇമാമാണെങ്കിലോ ഇമാമായി എന്ന് പറയും.
ഇമാമാണെങ്കിൽ ഇമാമായി അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അങ്ങനെ കൈകെട്ടുക, അല്ലാഹു അക്ബർ, കൈകെട്ടി. ഈ ആദ്യത്തെ കൈകെട്ടൽ കഴിഞ്ഞ് നമ്മൾ എന്താണ് വജ്ജഹത്ത് ഓതുക. വജ്ജഹത്ത് വജിഹി ലില്ലദീ ഫതറ സമാവാതി വൽ അർദ, വജ്ജഹത്ത് ഓതുക. വജ്ജഹത്ത് ഓതി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കൈകെട്ടുന്നു. അല്ലാഹു അക്ബർ, ഒന്നാമത്തെ തക്ബീർ. അല്ലാഹു അക്ബർ 2, അല്ലാഹു അക്ബർ 3, അല്ലാഹു അക്ബർ 4, 5, 6, 7. അപ്പോൾ ആദ്യത്തെ തക്ബീർ, ആദ്യം നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന തക്ബീർ അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞ് എന്താ ഓതേണ്ടത്? വജ്ജഹത്തു. ആ വജ്ജഹത്തു ഓതി കഴിഞ്ഞിട്ട് പിന്നെ 7 തക്ബീർ പറയുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 7 തക്ബീർ ഉണ്ട്. ആ 7 തക്ബീറിൻ്റെ ഇടയിലും പറയൽ പ്രത്യേകം സുന്നത്താണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് പറയാ പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരു തക്ബീർ ഉണ്ടല്ലോ, അല്ലാഹു അക്ബർ, അത് നിസ്കാരത്തിലേക്ക് നമ്മൾ കടക്കുകയാ. അത് കഴിഞ്ഞ് വജ്ജഹത്തു ഓതൽ പ്രത്യേകം സുന്നത്താ. അത് കഴിഞ്ഞിട്ട് പിന്നെ 7 തക്ബീറാണ് പറയേണ്ടത്. ആ 7 തക്ബീർ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റഹ്മാനിർ റഹീം, ഫാത്തിഹ ഓതേണ്ടത്. ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞിട്ടോ നമ്മൾ സൂറത്തുൽ അഅല, അറിയാവുമെങ്കിൽ സൂറത്തുൽ അഅല, ആ സൂറത്തുൽ അഅല ഓതുക. അത് കഴിഞ്ഞ് പിന്നെ റുകൂഅ്, ഇഅ്തിദാല്, പിന്നെ ഒന്നാമത്തെ സുജൂദ്, സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം, രണ്ടാമത്തെ സുജൂദ്, പിന്നെ നേരെ എഴുന്നേറ്റ് വരുന്നു ഒന്നാമത്തെ റക്അത്തിൽ നിന്നും രണ്ടാമത്തെ റക്അത്തിലേക്ക്. അല്ലാഹു അക്ബർ. അതുകൂടാതെ, അത് തക്ബീറാണ്, പക്ഷെ അതുകൂടാതെ 5 തക്ബീർ. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, പിന്നെയും അല്ലാഹു അക്ബർ. അങ്ങനെ 5 തക്ബീർ പറയുക. അതിൻ്റെ ഇടയിൽ ഈ ഒരു ദിക്ർ പറയുക. ശേഷം ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞ് സൂറത്തുൽ ഗാശിയ അറിയാമെങ്കിൽ, ഇല്ലെങ്കിൽ സൂറത്തുൽ കാഫിറൂൻ ഒന്നാമത്തെ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് രണ്ടാമത്തെ റക്അത്തിൽ ഓതിയാലും മതിയാകും, ഈ വലിയ സൂറത്ത് ഓതാൻ കിട്ടുന്നില്ല എങ്കിൽ. അപ്പോൾ അത് ഓതി. അത് കഴിഞ്ഞ് പിന്നെ റുകൂഉ സുജൂദൊക്കെ കഴിഞ്ഞ് പിന്നെ സലാം വീട്ടുക. ഇതാണ് എന്ത്? അത്തഹിയാത്തൊക്കെ പൂർണ്ണമായിട്ട് ഓതുക, പ്രത്യേകം നല്ലതാണ്. ഇതാണ് പെരുന്നാൾ നിസ്കാരം. അപ്പോൾ പെരുന്നാൾ നിസ്കാരം സാധാ സുന്നത്ത് നിസ്കാരത്തെ പോലെ തന്നെ വ്യത്യാസം വരുന്നത്, ഒന്നാമത്തെ റക്അത്തിൽ സ്പെഷ്യൽ ആയിട്ടുള്ള 7 തക്ബീറുണ്ട്, രണ്ടാമത്തെ റക്അത്തിലും സ്പെഷ്യൽ ആയിട്ടൊരു 5 തക്ബീറുണ്ട്. ആ തക്ബീറിൻ്റെ ഇടയിൽ ആ ഒരു പ്രത്യേക ദിക്ർ പറയലും സുന്നത്താണ്. ഇതാണ് മറ്റ് സുന്നത്ത് നിസ്കാരങ്ങളെ അപേക്ഷിച്ച് പെരുന്നാൾ നിസ്കാരത്തിനുള്ള പ്രത്യേകത. മനസ്സിലായോ? ഉമ്മമാർക്ക് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടില്ല ഒന്നും കൂടി നിങ്ങൾ റിവൈൻഡ് ചെയ്ത് കേൾക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് തിരിയും. അപ്പോൾ നിയ്യത്ത് വെക്കുക, നല്ലപോലെ വുളു എടുക്കുക, സഫിൽ വന്ന് നിൽക്കുക, നിയ്യത്ത് വെക്കുക, കൈകെട്ടുക, സ്പെഷ്യലായിട്ടുള്ള തക്ബീർ പറയുക, ഫാത്തിഹ ഓതി സൂറത്ത് ഓതി രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്ന് സ്പെഷ്യലായിട്ടുള്ള 5 തക്ബീർ പറഞ്ഞു, ഫാത്തിഹ ഓതി സൂറത്ത് ഓതി റുക്കൂഉം സുജൂദൊക്കെ കഴിഞ്ഞ് സലാം വിട്ട്. ഇതാണ് എന്ത്? പെരുന്നാൾ നിസ്കാരം, ബലി പെരുന്നാൾ നിസ്കാരം. പള്ളിയിലാണെങ്കിൽ പുരുഷന്മാർ നിസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ പോവാൻ നിൽക്കരുത്. എന്തുണ്ട്? ഖുതുബയുണ്ട്. ആ ഖുതുബയും കൂടി കഴിഞ്ഞിട്ടാവണം നിങ്ങൾ പോവേണ്ടത്. ഖുതുബക്കും എന്താണ്? വലിയ കൂലിയാണ്. ഖുതുബയും കൂടി ഉണ്ടെങ്കിൽ നിസ്കാരം പൂർണ്ണമാകൂ. അപ്പോൾ ആ ഖുതുബയും കൂടി കഴിഞ്ഞിട്ടായിരിക്കണം പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ഖുതുബയൊന്നും അവിടെ ആവശ്യമില്ല, നിങ്ങൾക്ക് നിസ്കാരം തന്നെ മതിയാകുന്നതാണ്. ഇതാണ് പെരുന്നാൾ നിസ്കാരം. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഒരു കാര്യം കൂടി, നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിൽ പോകുന്നവരാവട്ടെ പോകാത്തവരാവട്ടെ എല്ലാവർക്കും സുന്നത്തായ മറ്റൊരു കാര്യമാണ് നല്ല വസ്ത്രം ധരിക്കുക. പുതുവസ്ത്രം ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഖൈറാണ്. അല്ലെങ്കിൽ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം, അത് വെള്ളയായിരിക്കും ഏറ്റവും നല്ലതാണ്, പുതുവസ്ത്രം ധരിക്കുക. പിന്നെയോ അന്നത്തെ ദിവസം പള്ളിയിലേക്ക് പോകുമ്പോഴും മറ്റും സുഗന്ധം പൂശുക. പിന്നെ തക്ബീർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഉളഹിയത്തിൻ്റെ മൃഗത്തെ കാണുമ്പോൾ തക്ബീർ അധികരിപ്പിക്കുക. ഇതൊക്കെ എന്താണ്? പ്രത്യേകം സുന്നത്താണ്. പിന്നെ നേരത്തെ പള്ളിയിലേക്ക് പോവുക പറഞ്ഞു. പിന്നെ എല്ലാവരെയും മുസാഫഹ ചെയ്യുക, എല്ലാവരോടും സന്തോഷം പങ്കിടുക, പറ്റുമെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക. നാളത്തെ ദിവസം നിസ്കാരങ്ങളെന്നും ഉളഹിയത്തിൻ്റെ പേരും പറഞ്ഞ് ളുഹറും അസറും മഗ്രിബൊക്കെ ഖളാ ആക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. അറുക്കുന്ന ആളുകളും മറ്റുള്ളവരും നിസ്കാരമൊന്നും ഖളാ ആക്കരുത്. കാരണം ഉളഹിയത്തിനേക്കാൾ ശ്രേഷ്ഠത അത് ഫർദ് നിസ്കാരത്തിന് തന്നെയാണ്. അതുകൊണ്ട് ഉളഹിയത്ത് അറുക്കുക അതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നിസ്കാരത്തിനൊക്കെ പല ആളുകളും ളുഹറിൻ്റെ സമയത്തും വെട്ടിക്കൊണ്ടിരിക്കുന്നു, ളുഹർ ഖളാ ആയ അസറിൻ്റെ സമയത്തും വെട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ശരീരത്തിൽ ആ സമയത്തൊക്കെ എന്തെങ്കിലും നജസൊക്കെ ഉണ്ടെങ്കിൽ അത് കഴുകി കളഞ്ഞ് നിസ്കാരത്തിൻ്റെയൊക്കെ കിടക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് പെരുന്നാൾ നിസ്കാരം. നാളെ ബലി പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് ചില സുന്നത്തുകളുണ്ട്. ഒന്നാമത്തെ സുന്നത്ത് ബലി പെരുന്നാളിന് വേണ്ടിയുള്ള കുളിയാണ്. കുളിക്കുക. ആണിനും പെണ്ണിനും ചെറിയവർക്കും വലിയവർക്കും. ഇനി പെരുന്നാൾ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകാൻ പറ്റാത്ത പുരുഷന്മാരുണ്ടെങ്കിൽ അവർക്കും, പിന്നെ നിസ്കരിക്കാൻ ഞങ്ങളൊന്നും പള്ളി പോകുന്നില്ലല്ലോ ഉസ്താദ് അതുകൊണ്ട് കുളിക്കണോ എന്ന് ചോദിക്കുന്ന ഉമ്മമാർക്കും എല്ലാവർക്കും സുന്നത്താണ് എന്ത്? പെരുന്നാൾ ദിനത്തിൽ കുളിക്കുക.
പെരുന്നാൾ ദിനത്തിൽ കുളിക്കുക. എത്രത്തോളം നമ്മുടെ വീട്ടിൽ ഇന്ന് ജനിച്ച കുട്ടിയുണ്ടോ, ഇന്ന് രാത്രി ജനിച്ചു, അപ്പോൾ നാളെ പകൽ അല്ലെങ്കിൽ നാളെ പകൽ ജനിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയെ നീയത്ത് വെച്ച് കുളിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണ്. എങ്ങനെ പറ്റുമെങ്കിൽ മാത്രം. എങ്ങനെയാ നീയത്ത്? ബലി പെരുന്നാളിൻ്റെ ദിനത്തിലെ സുന്നത്തായ കുളി, അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ കുളിപ്പിക്കുന്നു എന്ന് ആ ചെറിയ കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ അങ്ങനെ നീയത്ത് വെക്കണം. ബലി പെരുന്നാളിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിപ്പിക്കുന്നു എന്ന് നീയത്ത് വെക്കണം. നമ്മളാണെങ്കിൽ, വലിയ ആളുകളാണെങ്കിൽ ബലി പെരുന്നാളിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നമ്മൾ നീയത്ത് വെച്ചിട്ട് വേണം കുളിക്കാൻ. അപ്പോൾ കുളിക്കുക എന്ന് പറഞ്ഞ സുന്നത്താണ്, അതിൽ തന്നെ നീയത്ത് വെക്കുക അതിശ്രേഷ്ഠമായൊരു സുന്നത്താണ്. പിന്നെയോ മറ്റൊരു സുന്നത്താണ് നേരത്തെ പള്ളിയിലേക്ക് പോവുക. കാരണം ചെറിയ പെരുന്നാളിൻ്റെ സമയത്ത് ചിലപ്പോൾ 8 മണിക്ക് നിസ്കാരമുള്ള പള്ളിയുണ്ട്, 8:30-ക്ക് നിസ്കാരമുള്ള പള്ളി, 8:45, 9 മണിക്ക് വരെ നിസ്കാരം വെക്കുന്ന പള്ളികളുണ്ട്. കാരണം റമദാൻ കഴിഞ്ഞുള്ള പെരുന്നാളാണല്ലോ. ഇനി പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് വലിയ തിരക്കൊന്നുമില്ല, കാരണം ഉദഹിയത്തൊന്നും ഇറക്കാനില്ല. പക്ഷേ ബലി പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നിസ്കാരം കഴിഞ്ഞിട്ടാണ് ബലി അറുക്കാനുള്ള ടൈം തുടങ്ങുന്നത്. അപ്പോൾ എത്രയും നേരത്തെ നിസ്കാരം നടത്താനാണ് നമ്മൾ പള്ളിയിലേക്ക് ശ്രമിക്കുക. ഇന്നിപ്പോൾ ഏകദേശം ഉദയം നമ്മുടെയൊക്കെ ഇപ്പോൾ എറണാകുളം ജില്ലയിലേക്ക് ഞാൻ നിൽക്കുന്ന പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലത്തെ ഏകദേശം ഒരു 6:05 ഏകദേശം 6:05 അല്ലെങ്കിൽ 6:10 എന്താവും ഉദയമാകും. അല്ലെങ്കിൽ 6 മണി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉദയമാണ്. 6 മണിക്ക് ഉദയമാണെന്ന് വിചാരിക്കുക. എങ്കിൽ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ്, ഉദയം കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് ഉദിച്ച്, സൂര്യൻ ഉദിച്ച് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞാണ്, അതായത് 6:20 അല്ലെങ്കിൽ 6:25, കൂടിപ്പോയാൽ 6:30 തൊട്ടാണ് നമുക്ക് ഈ പ്രാവശ്യം ബലി പെരുന്നാൾ നിസ്കരിക്കാനുള്ള ടൈം തുടങ്ങുന്നത്. അപ്പോൾ 6:30-ക്ക് ചിലപ്പോൾ ചില പള്ളികളിൽ നിസ്കാരം വെക്കാം. 6:45, 7 മണി, 7:30, അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നത് വളരെ വിരളമായിരിക്കും. കാരണം ഉദ്ഹിയ്യത്തൊക്കെ അറുക്കാനുള്ളത് കൊണ്ട് എല്ലാ പള്ളികളിലും നേരത്തെയായിരിക്കും ബലി പെരുന്നാൾ നിസ്കാരം. ഒരുപക്ഷെ 8 മണി വരെ വന്നേക്കാം, വന്നാലും ഭൂരിഭാഗം പള്ളികളിലും 7:30 അല്ലെങ്കിൽ 7:45 വരെ ആയിരിക്കും. അതുകൊണ്ട് നേരത്തെ നമ്മൾ മനസ്സിലാക്കി വെക്കുക, നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന നമ്മുടെ ജമാഅത്ത് പള്ളിയിൽ എപ്പോഴാണ് നിസ്കാരമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഉസ്താദ് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ എന്താണ്, നേരത്തെ നമ്മൾ മനസ്സിലാക്കി വെക്കുക എപ്പോഴാണ് നമ്മുടെ നിസ്കാരം. ആ സമയത്ത് ആ പള്ളിയിൽ എപ്പോഴാണ് നിസ്കാരം, അവിടെ നിസ്കാരം തുടങ്ങി, അല്ലെങ്കിൽ ഇവിടെ എപ്പോഴാണ് നിസ്കാരം, ആ സമയത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിയായിരിക്കും. അതുകൊണ്ട് ആ ഒരു തിരക്കൊഴിവാക്കാൻ എപ്പോഴാണ് നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന പള്ളിയിൽ എപ്പോഴാണ് നിസ്കാരമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കുക. നിസ്കാരം തുടങ്ങുമ്പോഴല്ല, നേരത്തെ ഒരു 10-15 മിനിറ്റ് നേരത്തെ നമ്മൾ മുമ്പ് പോവുക. അവിടെ തക്ബീർ ഉണ്ടാകും, ആ തക്ബീറിൽ പ്രത്യേകം പങ്കെടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നിസ്കാരത്തിൽ പങ്കെടുക്കുക, അതോടൊപ്പം തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള ചെറിയ ഖുതുബ ഉണ്ടാകും. ഖത്തീബുമാർ ആരെങ്കിലും എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഇപ്പോൾ ഉദ്ഹിയ്യത്തിൻ്റെ സമയമാണ്, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും വളരെ ചുരുക്കി മാത്രം ആ ഒരു ഷർത്തും ഫർളൊക്കെ മാത്രം ഒപ്പിച്ചിട്ട് ഖുതുബ ഓതാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഖുതുബ കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ എന്താണ്, ഉദ്ഹിയ്യത്തിൻ്റെ ടൈം നമ്മൾ ആരംഭിക്കുകയാണ്. ചില ആളുകൾ ചോദിച്ചു, ഉസ്താദെ ഉദ്ഹിയ്യത്ത് ഒരു 10-60 പോത്തുണ്ട് ഞങ്ങളുടെ പള്ളിയിൽ, അപ്പോൾ നമ്മൾ സുബഹിക്ക് മുമ്പേ അറക്കാൻ തുടങ്ങിയാൽ ഏകദേശം നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഏകദേശം ഒന്ന് ഒതുക്കാൻ പറ്റും. അതുകൊണ്ട് സുബഹിക്ക് മുമ്പ് അറക്കാൻ തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറ്റൂല. കാരണം ഉദ്ഹിയ്യത്തിൻ്റെ ടൈം തുടങ്ങുന്നത് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞ് ബലി പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഖുതുബയും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഉദ്ഹിയ്യത്തിൻ്റെ ടൈം ആരംഭിക്കുക. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ്, പിന്നെ ഉദ്ഹിയ്യത്ത് അറക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു പള്ളിയിലുള്ള ടൈം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതായത് പള്ളിയിലുള്ള ടൈം, ആ ഒരു ടൈം ഒപ്പിച്ച് തന്നെ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ നിസ്കരിക്കാൻ ശ്രമിക്കുക. നേരത്തെ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഹൈറാണ്. നേരത്തെ നിസ്കരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഉമ്മമാർ വീട്ടിൽ തന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കാം, അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കാം, എങ്ങനെയാണെങ്കിലും. പിന്നെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ ഈ സിയാറത്തൊക്കെ ചെയ്യാനുള്ള ആളുകളുണ്ടെങ്കിൽ നേരത്തെ തന്നെ സിയാറത്തൊക്കെ ചെയ്തു വെക്കുക. പിന്നെ പെരുന്നാൾ നിസ്കാരത്തിൽ പ്രത്യേകം സുന്നത്തായിട്ടുള്ള കാര്യമാണ് കുടുംബബന്ധം ചേർക്കുക. പെരുന്നാൾ ദിവസത്തിലെന്നല്ല, എപ്പോഴും സുന്നത്താണ് കുടുംബബന്ധം ചേർക്കുക. ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നീയത്ത് വെക്കാൻ മറന്നു പോകരുതേ. നാളെ 1-ാം പെരുന്നാൾ, പിന്നെ 2-ാം പെരുന്നാൾ, 3-ാം പെരുന്നാൾ, 4-ാം പെരുന്നാൾ, ഈ 4 പെരുന്നാൾ കൊണ്ട് നമുക്ക് തീർത്താൽ മതി ഉദ്ഹിയ്യത്ത്. 1-ാം പെരുന്നാളിന് തന്നെ ഉദ്ഹിയ്യത്ത് ഇറക്കണം അങ്ങനെയൊന്നുമില്ല. 2-ാം പെരുന്നാളിനും 3-ാം പെരുന്നാളിനും 4-ാം പെരുന്നാളിനൊക്കെ ഇറക്കാം. അറക്കുന്ന സമയത്ത് നമ്മൾ നീയത്ത് മറന്നു പോകരുത്. നീയത്ത് ആ പൈസ കൊടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ നീയത്ത് പറഞ്ഞിട്ടുണ്ടാവാം. ഇനി ഏറ്റവും ഒടുവിലായിട്ട് ആ മൃഗത്തെ അറുക്കുന്നതിന് മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നീയത്ത് വെക്കണം. എൻ്റെ സുന്നത്തായ ഉദ്ഹിയ്യത്ത് ഞാൻ അറുക്കുന്നു,
നടക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ സുന്നത്തായ ഉദ്ഹിയ്യത്ത് നിർവഹിക്കുന്നു എന്നെങ്കിലും നമ്മൾ മനസ്സിൽ നീയത്ത് വെക്കേണ്ടതുണ്ട്. പിന്നെ ചില ഉമ്മമാര് ഈ പൈസ കൊടുത്തിട്ട് ഉദ്ഹിയ്യത്ത് കരുതിയിട്ടുണ്ടാകും. ഉദ്ഹിയ്യത്തിന് ഷെയർ ചേർന്ന ഉമ്മമാര് വീട്ടിലായിരിക്കും. അപ്പോൾ ഉസ്താദെ, ഞങ്ങൾ ഈ ഉദ്ഹിയ്യത്ത് ഇറക്കുന്ന സമയത്ത് പള്ളിയിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ മൃഗത്തിൻ്റെ അടുത്തുണ്ടാവില്ല. ഉണ്ടായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ നീയത്ത് കരുതുക. എപ്പോൾ? വീട്ടിൽ വെച്ച് എൻ്റെ സുന്നത്തായ ഉദ്ഹിയ്യത്ത് ഞാൻ നിർവഹിക്കുന്നു എന്ന ഒരു നീയത്ത് ഉമ്മമാരുടെ മനസ്സിലും ഉണ്ടാവണം, പിന്നെ ഉപ്പമാരുടെ മനസ്സിലും ഉണ്ടാവണം. ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ദിവസവും ഇനി വരുന്ന ദിവസങ്ങളിലും പ്രത്യേകിച്ച് നാളത്തെ ദിവസവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കട്ടെ. ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു, അല്ലാഹു അവർക്കും നമുക്കും എല്ലാവിധ ഖൈറും തരട്ടെ, ബറക്കത്ത് തരട്ടെ, സലാമത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.